ഏറ്റവും പ്രധാനമായിട്ടും രോഗികൾ പറയുന്നത് വേദനയാണ്. ശരീരമാസകലം ഉണ്ടാകുന്ന വേദന. പ്രധാനമായിട്ടും വേദന അനുഭവപ്പെടുന്നത് മസിൽസിലാണ്. അത് കൂടുതലും കഴുത്തിൻ്റെ പുറകുവശത്ത്, ഷോൾഡർ റീജിയനിൽ, ബാക്കിൽ, ലോവർ ബാക്ക് ഏരിയയിൽ, അബ്ഡോമൻ ഏരിയയിലൊക്കെയാണ് കൂടുതലും കാണുന്നത്. സോ എക്സസൈസ് വളരെയധികം ഹെൽപ്ഫുള്ളാണ് ഈ കണ്ടീഷനിൽ. ഈ ഫൈബ്രോമയാൾജി പേഷ്യൻസിന് ഉണ്ടാകുന്ന പെയിൻ അല്ലെങ്കിൽ മൂവ്മെൻറ്റ് റെസ്ട്രിക്ഷൻ, ജോയിൻറ്റ് സ്റ്റിഫ്നെസ് മുതലായ കുറക്കാനും, അതേപോലെ തന്നെ ഇമോഷണൽ ഡിസ്റ്റർബൻസ്, മെൻ്റൽ സ്ട്രെസ്സ് കുറക്കാനും എക്സസൈസ് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ സഹല യാസ്മിൻ, കൺസൾട്ടൻറ്റ് സൈക്കാട്രിസ്റ്റ്, വെൽഫൈ പെയിൻ ആൻഡ് സ്പോർട്സ് ക്ലിനിക്. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഫൈബ്രോമയാൾജിയ എന്ന രോഗാവസ്ഥയെക്കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് വളരെയധികം കോമൺ ആയിട്ട് നമ്മൾ കേട്ടുവരുന്നൊരു പേരാണ് ഫൈബ്രോമയാൾജിയ. സോ ഇത് സ്ത്രീകളിലാണ് പുരുഷന്മാരെക്കാളും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. നമുക്കിതിൻ്റെ ലക്ഷണങ്ങളിലേക്ക് നോക്കാം. ഏറ്റവും പ്രധാനമായിട്ടും രോഗികൾ പറയുന്നത് വേദനയാണ്. ശരീരമാസകലം ഉണ്ടാകുന്ന വേദന. പ്രധാനമായിട്ടും വേദന അനുഭവപ്പെടുന്നത് മസിൽസിലാണ്. അത് കൂടുതലും കഴുത്തിൻ്റെ പുറകുവശത്ത്, ഷോൾഡർ റീജിയനിൽ, ബാക്കിൽ, ലോവർ ബാക്ക് ഏരിയയിൽ, അബ്ഡോമൻ ഏരിയയിലൊക്കെയാണ് കൂടുതലും കാണുന്നത്. എന്നിരുന്നാലും ശരീരമാസകലം വേദനയാണ് രോഗികൾ പറയാറുള്ളത്. സോ ഈ വേദന 3 മാസമോ അല്ലെങ്കിൽ അതിലധികമോ കണ്ടിന്യൂസ് ആയിട്ട്, കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഡൾ പെയിനാണ് അവർ പറയാറുള്ളത്. ഇങ്ങനെയാണെങ്കിൽ നമുക്കത് ഫൈബ്രോമയാൾജിയ ആയിട്ട് തന്നെ കണക്കാക്കാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് ക്ഷീണം. നിരന്തരം ക്ഷീണമായിരിക്കും രോഗികൾക്ക് അനുഭവപ്പെടുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ രോഗത്തെ ക്രോണിക് ഫറ്റിക് ഡിസീസ് എന്നുകൂടി പറയപ്പെടാറുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് ഇമോഷണൽ ഡിസ്റ്റർബൻസസ്. ഒട്ടുമിക്ക രോഗികളിലും കാണപ്പെടുന്നുണ്ട്. ആങ്സൈറ്റി, ഡിപ്രഷൻ, നെർവസ്നെസ്, ഇതുപോലത്തെ മാനസിക സമ്മർദ്ദങ്ങൾ വളരെയധികം കോമൺ ആയിട്ട് കാണപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ഉള്ള മറ്റൊരു ബുദ്ധിമുട്ടാണ് ഉറക്കത്തിലുണ്ടാകുന്ന സ്ലീപ്പ് ഡിസ്റ്റർബൻസ്. പെയിൻ കാരണം സ്ലീപ്പ് കിട്ടാത്ത അവസ്ഥ കാണപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ പ്രോപ്പർ സ്ലീപ്പ് കറക്റ്റാണെങ്കിൽ പോലും അവർ ഉറക്കമുണരുമ്പോൾ ക്ഷീണത്തോടു കൂടി ഉണരുന്നു, അല്ലെങ്കിൽ വേദനയോടുകൂടി ഉറക്കമുണരുന്ന അവസ്ഥയും വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് ഈ രോഗികളിൽ അറ്റൻഷൻ അല്ലെങ്കിൽ ശ്രദ്ധ കിട്ടാത്ത അവസ്ഥ. പ്രോപ്പറായിട്ട് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ലക്ഷണമാണ്. ചിലരിൽ ഓർമ്മക്കുറവ് അല്ലെങ്കിൽ മെമ്മറി ലോസും കാണപ്പെടുന്നുണ്ട്. ഇനി സ്ത്രീകളിലാണെങ്കിൽ പീരീഡ്സിൻ്റെ സമയത്ത് പെയിൻഫുൾ ആയിട്ടുള്ള മെൻസ്ട്രേഷൻ കാണപ്പെടാറുണ്ട്. വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന മറ്റൊരു ലക്ഷണമാണ് ഹെഡേക്ക്. ടെൻഷൻ ഹെഡേക്കായിട്ട് ഒരുപാട് പേര് പറയാറുണ്ട്. ഇനി ചുരുക്കം ചിലരിൽ ഈ കൈകാലുകളിലുള്ള തണുപ്പ്, മരവിപ്പ് അല്ലെങ്കിൽ തരിപ്പ് മുതലായ ലക്ഷണങ്ങളും കാണുന്നുണ്ട്. ഇത്രയൊക്കെയാണ് വളരെ കോമൺ ആയിട്ട് നമുക്ക് ഫൈബ്രോമയാൾജിയിൽ കാണുന്ന ലക്ഷണങ്ങൾ. ഇനി നമുക്ക് ഫൈബ്രോമയാൾജിയുടെ ഡയഗ്നോസിസ് നോക്കാം. സോ ഫൈബ്രോമയാൾജിയയ്ക്ക് പ്രോപ്പറായിട്ടുള്ള ഡയഗ്നോസ്റ്റിക് മെത്തേഡ്, ഡയഗ്നോസ്റ്റിക് റൂളൊന്നുമില്ല. നമ്മൾ രോഗികളിൽ ബേസിക് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ്, ബ്ലഡ് ടെസ്റ്റുകൾ, എക്സ്റേ ഒക്കെ ചെയ്യിക്കും. സോ ഈ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടും മേൽപ്പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ രോഗികളിൽ കാണിക്കുന്നുണ്ട്. എന്നാൽ ഈ ബേസിക് ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് അത് റിസൾട്ട് പോസിറ്റീവായിട്ടൊന്നും കാണുന്നില്ലേ, നമുക്കത് ഫൈബ്രോമയാൾജിയ ആയിട്ട് തന്നെ കണക്കാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ രോഗികളിൽ ഒരുപാട് ട്രിഗർ പോയിൻറ്റ്സ് ഉണ്ടാവും. ഒരു ടെൻഡർ പോയിൻറ്റ്സ് ഒരുപാട് അവരുടെ ശരീരത്തിൽ ഉണ്ടാവും. അപ്പം ഒരു 18ഓളം ട്രിഗർ പോയിൻറ്റ്സ് ഫൈബ്രോമയാൾജിയ പേഷ്യൻസിൽ കാണുന്നുണ്ട്. സോ ഈ ട്രിഗർ പോയിൻറ്റ്സിൽ പെയിൻ റെസ്പോൺസ് പോസിറ്റീവ് ആണെങ്കിലും നമുക്ക് ഫൈബ്രോമയാൾജിയ ആയിട്ട് ഡയഗ്നോസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് നോക്കാം. സോ ജനറ്റിക്കലി അല്ലെങ്കിൽ ഹെറിഡിറ്ററി ആയിട്ട് നമുക്ക് ഫാമിലിയിൽ ഈ ഫൈബ്രോമയാൾജിയ പാസ് ചെയ്യുന്നതായിട്ട് കാണപ്പെടാറുണ്ട്. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കോഴ്സായിട്ട് പറയുന്നത് ചില ഇവൻറ്റുകൾ, ഒരാളുടെ ചൈൽഡ്ഹുഡിൽ ഉണ്ടായ എന്തെങ്കിലും ട്രോമ ഫിസിക്കൽ ട്രോമയാവാം, അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ട്രോമയാവാം ഒരു കാരണമായിട്ട് കാണപ്പെടാറുണ്ട്. ഇല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് കുറേ ദീർഘകാലമായിട്ട് ലോങ് പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും സ്ട്രെസ്സിനെ അഭിമുഖീകരിച്ച് വരുന്ന ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ ആ സ്ട്രെസ്സ് അവർക്ക് ഇമോഷണൽ സ്ട്രെസ് ആവാം, മെൻ്റൽ സ്ട്രെസ്സ് അല്ലെങ്കിൽ ഫിസിക്കൽ സ്ട്രെസ് ആവാം. അത് ഫ്യൂച്ചറിൽ ഫൈബ്രോമയാൾജിക്കായിട്ട് മാറുന്നത് കാണുന്നുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർജറി കഴിഞ്ഞിരിക്കുന്ന പേഷ്യൻ്റ്, അല്ലെങ്കിൽ ആക്സിഡൻറ്റ്, ഒരു ഡെത്ത്, ഇതുപോലെ എന്തെങ്കിലും ഒരു ട്രോമ ഫേസ് ചെയ്ത് കഴിഞ്ഞ് വരുന്ന ഒരു രോഗിക്കും നമ്മൾ ഫ്യൂച്ചറിൽ ഫൈബ്രോമയാൾജിക്കായിട്ട് കാണപ്പെടുന്നുണ്ട്. സോ ഇതാണ് നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു റീസൺ. ഇനി നമുക്ക് ഫൈബ്രോമയാൾജിയയുടെ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് നോക്കാം.
ആദ്യം തന്നെ പേഷ്യൻറ്റിന് നമ്മൾ പ്രോപ്പർ എഡ്യൂക്കേറ്റ് ചെയ്യുക. പിന്നെ ഫിസിക്കൽ പെയിന് ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ ഫിസിക്കൽ എക്സസൈസ് പറയുക. ഇമോഷണൽ ഡിസ്റ്റർബൻസിന് സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം. അവസാനം ഡ്രഗ് തെറാപ്പി അല്ലെങ്കിൽ മെഡിക്കേഷൻ. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം തന്നെ നമ്മൾ പേഷ്യൻറ്റിനെ പ്രോപ്പറായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യുക. അവരുടെ രോഗാവസ്ഥയെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ കൊടുക്കുക. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കേസെടുത്ത് അവരോട് അവരുടെ എന്തെങ്കിലും ഹിഡൻ, നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും സ്ട്രെസ്സ് അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് ട്രോമ, എന്തെങ്കിലും ഇമോഷണൽ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനേക്കുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കലാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട മെത്തേഡ്. സോ നമ്മൾ നേരത്തെ ഞാൻ ഓൾറെഡി പറഞ്ഞു, അവർക്ക് ഇമോഷണൽ ഡിസ്റ്റർബൻസിൻ്റെ പ്രകാരം ആങ്സൈറ്റി, ഡിപ്രഷൻ മുതലായ മാനസിക സമ്മർദ്ദങ്ങൾ ഒരുപാട് കാണിക്കുന്നുണ്ട്. സോ അതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു കൗൺസിലിംഗ് സെഷൻ, സൈക്കാട്രിക് ഫിസിഷ്യനെ കൺസൾട്ട് ചെയ്ത് നമ്മൾ ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അവർക്ക് സെപ്പറേറ്റ് ബിഹേവിയറൽ തെറാപ്പി, റിലാക്സേഷൻ ടെക്നിക്സ് ഒക്കെ കൊടുക്കാവുന്നതാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ് ഫിസിക്കൽ എക്സസൈസ് അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി. സോ ഇതിൽ ഈ ഫൈബ്രോമയാൾജിയയിൽ പേശികളിൽ നീർക്കെട്ട് കാണപ്പെടുന്നതുകൊണ്ട് ഫിസിയോതെറാപ്പി വളരെയധികം ഫലപ്രദമായിട്ട് കാണുന്നുണ്ട്. സോ ഇതിന് പ്രകാരം നമ്മളൊരു ഫിസിക്കൽ അസിസ്റ്റൻറ്റ് തെറാപ്പിസ്റ്റിൻ്റെ ഹെൽപ്പോടുകൂടി ധാരാളം മസിൽ റിലാക്സേഷൻ ടെക്നിക്സ്, മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ്, സ്ട്രെച്ചിങ് എക്സസൈസൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ടതാണ്. അടുത്തൊരു മെത്തേഡാണ് ഫിസിക്കൽ എക്സസൈസ്. സോ എക്സസൈസ് വളരെയധികം ഹെൽപ്ഫുള്ളാണ് ഈ കണ്ടീഷനിൽ. ഈ ഫൈബ്രോമയാൾജി പേഷ്യൻസിന് ഉണ്ടാകുന്ന പെയിൻ അല്ലെങ്കിൽ മൂവ്മെൻറ്റ് റെസ്ട്രിക്ഷൻ, ജോയിൻറ്റ് സ്റ്റിഫ്നെസ് മുതലായ കുറക്കാനും, അതേപോലെ തന്നെ ഇമോഷണൽ ഡിസ്റ്റർബൻസ്, മെൻ്റൽ സ്ട്രെസ്സ് കുറക്കാനും എക്സസൈസ് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. സോ റെഗുലർലി നമ്മൾ ഒരു 15 to 30 മിനിറ്റ് എക്സസൈസ് വിത്ത് ഹെൽപ്പ്, ഒരു ഫിസിക്കൽ തെറാപ്പിസ്റ്റിൻ്റെ ഹെൽപ്പോടുകൂടി, ഇൻസ്ട്രക്ഷനോടുകൂടി നമ്മൾ ചെയ്യുന്നത് വളരെയധികം ഫലപ്രദമാണ്. എയറോബിക് എക്സസൈസ്, വാക്കിംഗ്, സ്വിമ്മിങ്, സൈക്ലിംഗ് മുതലായവ ഹെൽപ്ഫുള്ളാണ്. സോ നമ്മൾ ഈ എക്സസൈസ് റെഗുലറായി ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഈ ഹാപ്പി ഹോർമോൺസ്, എൻഡോർഫിൻ എന്നുള്ള ഹോർമോൺ റിലീസ് ചെയ്യുന്നുണ്ട്. സോ ഈ ഹോർമോൺ നമുക്ക് ഹാപ്പിനെസ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. സോ പൊതുവെ ഹാപ്പിനെസ് നമ്മുടെ പെയിൻ ഫീലിങ്സിനെ കുറയ്ക്കുന്നുണ്ട്. സോ ഇത് നമ്മുടെ ഈ പേഷ്യൻസിന് ഉണ്ടാകുന്ന മെൻ്റൽ ഇമോഷണൽ ഡിസ്റ്റർബൻസിനെ ബാലൻസ് ചെയ്യാൻ വളരെയധികം സഹായിക്കുന്നുണ്ട്. അടുത്തതായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് റിലാക്സേഷൻ ടെക്നിക്സ് ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യോഗ, ബ്രീത്തിങ് എക്സസൈസ്, ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസ്, മെഡിറ്റേഷൻ മുതലായവ നമുക്ക് ഫിസിക്കലി മാത്രമല്ല മെൻ്റൽ സ്ട്രെസ് റിലീഫിനും മാനസിക സമ്മർദ്ദം കുറക്കാനും അതോടൊപ്പം രോഗത്തിന് ശമനം ഉണ്ടാവാനും വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഇതോടൊപ്പം തന്നെ ചിട്ടയായിട്ടുള്ള ഡയറ്റ് കൺട്രോൾ, പ്രോപ്പറായിട്ടുള്ള വൈറ്റമിൻ റിച്ച്, ഒമേഗ 3 ഫാറ്റി ആസിഡ്, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ഫുഡ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ ചിട്ടയായിട്ടുള്ള ഉറക്കം ഫോളോ ചെയ്യുക. പ്രോസസ്ഡ് ഫുഡ്, ആൽക്കഹോൾ, സ്മോക്കിംഗ് മുതലായവ അവോയ്ഡ് ചെയ്യുക. സോ ഇത്തരത്തിലുള്ള മെത്തേഡുകളിലൂടെ നമുക്ക് ഫൈബ്രോമയാൾജിയെ മാനേജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. താങ്ക് യു.